സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ.ഡി.എ മുന്നണിയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നു. എൻ.ഡി.എ വിടണമെന്ന് ബി.ഡി.ജെ.എസ് ജില്ലാ കമ്മിറ്റി പ്രമേയം. കോട്ടയം ജില്ലാ കമ്മിറ്റിയാണ് മുന്നണിയിൽ അവഗണനയാണെന്നും മറ്റ് സാധ്യതകൾ തേടണമെന്നും പ്രമേയം പാസാക്കിയത്. ബി.ജെ.പിയിൽ നിന്നും തുടർച്ചയായി അവഗണന നേരിടുന്നു, പാർട്ടിക്ക് പ്രസക്തി നഷ്ടപ്പെടുന്നുവെന്ന് പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നു. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, ബി.ഡി.ജെ.എസിനെ സംബന്ധിച്ച് വളരെ സ്വാധീനമുള്ളൊരു ജില്ലാ കമ്മിറ്റിയാണ് കോട്ടയത്തേത്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധമുണ്ടാവുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ രീതിയിലുള്ള സമ്മർദ്ദമൊക്കെ, അതായത് വേണ്ട പരിഗണന ലഭിക്കാത്തതിനാൽ വിടണം എന്നൊക്കെ ഒരു സമ്മർദ്ദ തന്ത്രമൊക്കെ ബി.ഡി.ജെ.എസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ടെങ്കിലും ഇതിപ്പോൾ ജില്ലാ കമ്മിറ്റി തന്നെ ഇങ്ങനൊരു പ്രമേയവുമായി, അതും തുഷാർ പങ്കെടുത്ത യോഗത്തിൽ അങ്ങനെ ഒരു പ്രമേയവുമായി എത്തുമ്പോൾ അതിനെത്രത്തോളം പ്രാധാന്യമുണ്ട്? ശ്രീജ, തീർച്ചയായും ശ്രീജ നേരത്തെ പറഞ്ഞതുപോലെ തുഷാർ പങ്കെടുത്തൊരു യോഗത്തിലാണ് അങ്ങനെ ഒരു പ്രമേയം ഉണ്ടാകുന്നത്, തുഷാറിന്റെ സാന്നിധ്യത്തിലാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ ഒരു ഘട്ടത്തിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഇങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അത് തുഷാർ ഇടപെട്ട് തന്നെ തടഞ്ഞിരുന്നു. പക്ഷെ ഈ പ്രമേയത്തെ തുഷാറിന്റെ സാന്നിധ്യത്തിൽ ഫലത്തിൽ അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ അത് കേവലം കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ഒരു പ്രമേയം എന്ന നിലയിൽ മാത്രം അതിനെ വായിച്ചാൽ പോരാ, അതിനപ്പുറത്തേക്ക് ബി.ഡി.ജെ.എസ് ഒരു സമ്മർദ്ദ നീക്കവുമായി രംഗത്ത് വരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഉണ്ടായിരുന്നതാണ് ഇങ്ങനെ ബി.ജെ.പിയിൽ നിന്ന് വേണ്ടതൊന്നും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് ഇത്ര വർഷമായി. പക്ഷേ ഒരു എം.പി സ്ഥാനം, രാജ്യസഭ എം.പി സ്ഥാനം എല്ലാം തുഷാർ വെള്ളാപ്പള്ളി പലതവണയായി ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ കേന്ദ്ര നേതൃത്വം അതിനെ വഴങ്ങിയിരുന്നില്ല. പ്രത്യേകിച്ച് ബി.ഡി.ജെ.എസിന്റെ സ്വാധീനത്തിൽ എവിടെയെങ്കിലും കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നൊരു വിലയിരുത്തലായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടായിരുന്നത്. ഇപ്പൊ തുഷാർ തന്നെ കഴിഞ്ഞ അവിടെ കോട്ടയത്ത് മത്സരിക്കുമ്പോൾ ബാക്കി സംസ്ഥാനത്തൊട്ടാകെ വലിയ നേട്ടമുണ്ടാകുമ്പോൾ തുഷാറിന് പോലും ഒരു 10,000 വോട്ട് മാത്രമാണ് അധികം നേടാനായത് എന്ന വിലയിരുത്തലാണ് അവർ നടത്തിയിരുന്നത്. എന്തായാലും അത്തരം സാഹചര്യങ്ങളാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ ബി.ഡി.ജെ.എസ് ഇങ്ങനെ നേരത്തെ സമ്മർദ്ദം ഉണ്ടാക്കുമ്പോഴൊക്കെയും യു ഡി എഫിലേക്ക് ഒരു പാലം, യു ഡി എഫിലേക്ക് കയറാനുള്ള ഒരു ശ്രമം അവർ നടത്തിയിരുന്നു. പക്ഷെ അത് വിജയിച്ചിരുന്നില്ല. യു ഡി എഫിന്റെ അന്ന് വാതിൽ തുറന്നിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലടക്കം ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചത്, ചേർത്തല അങ്ങനെ പല മണ്ഡലങ്ങൾ, അരൂർ ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിപ്പിച്ചതിൽ ബി.ഡി.ജെ.എസ് വോട്ടുകൾ, പ്രത്യേകിച്ച് SNDP വോട്ടുകളുടെ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ യു ഡി എഫ് ഇനി അങ്ങനെ ഒരു നീക്കത്തിൽ, ഇപ്പൊ പാലക്കാടിന്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ബി.ജെ.പി യഥാർത്ഥത്തിൽ തകർക്കുക എന്നൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി ഇപ്പുറത്ത് ഈ ബി.ഡി.ജെ.എസിനെ കൊണ്ടുവന്നുള്ള വോട്ടുകൾ കൂടി സ്വന്തമാക്കുക എന്നുള്ളത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അവർ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗൗരവമേറിയ രാഷ്ട്രീയ നീക്കമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല.